ഓണം വിപണിയിൽ അവശ്യ സാധനങ്ങളുടെ വില കുത്തനെ ഉയരുമ്പോൾ സാധാരണക്കാരന് ആശ്വാസമാകുകയാണ് കൺസ്യൂമർ ഫെഡിന്റെ ഓണം വിപണി. അരി, പഞ്ചസാര, പരിപ്പ്, വെളിച്ചെണ്ണ തുടങ്ങിയ ആവശ്യ ഇനങ്ങളെല്ലാം സബ്സിഡിയോടെ ഇവിടെ നിന്ന് ലഭിക്കും. സബ്സിഡി ഇനങ്ങൾ നിശ്ചിത അളവിൽ ഓണം ആഘോഷമാക്കുന്നതിന് ആവശ്യമായതെല്ലാം വാങ്ങിക്കുവാൻ 1000 രൂപയ്ക്ക് താഴെ മാത്രമേ കൺസ്യൂമർ ഫെഡ് ഷോപ്പിൽ ചിലവ് വരൂ. ഓണവിപണിയിൽ സാധനങ്ങൾക്കൊക്കെ പൊള്ളുന്ന വിലയാണെന്നാണ് പൊതുവെ ഉയരുന്നത്. എന്നാൽ ഈ വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ സജീവമായ രംഗത്തുണ്ട്. ഞാനുള്ളത് കൺസ്യൂമർ ഫെഡിൻ്റെ ഷോപ്പിലാണ്. ഇവിടെ ഇത്തവണയും സബ്സിഡി നിരക്കിലാണ് ഓണത്തിന് സാധനങ്ങൾ നൽകുന്നത്. നമ്മളിവിടെ മലപ്പുറത്താണുള്ളത്. നമ്മളിവിടെ വരുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാം കൺസ്യൂമർ ഫെഡിൻ്റെ ഓണം വിപണിയിലെ വില വിവരങ്ങൾ. ഇത് നിശ്ചിത ഇനങ്ങളാണ്, 13 ഇനങ്ങളാണ് സബ്സിഡി നിരക്കിൽ കൊടുക്കുന്നത്. അരി 8 കിലോ, പരമാവധി 8 കിലോ ആണ്, 33 രൂപയ്ക്കാണ്. ജയാരി, കുറുവാരി, കുത്തരി ഇതിലേതെങ്കിലും ഒന്നാണ്. അതേപോലെ തന്നെ പച്ചരി 2 കിലോ ആണ് പരമാവധി കിട്ടുക, 29 രൂപ. അങ്ങനെ എല്ലാ സാധനങ്ങളുടെയും വിലയൊക്കെ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആളുകൾക്ക് ഈ ഒരു ഓണത്തിൻ്റെ സമയത്തുണ്ടാകുന്ന വലിയ ചെലവിൽ അതിനെ നിയന്ത്രിക്കാൻ സഹായകമാകുന്ന ഒന്നാണ്. ഇവിടെ കാണാൻ നമുക്ക് കിറ്റുകളൊക്കെ തന്നെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സാധനങ്ങൾക്കും കൃത്യമായ ഒരു വില നിയന്ത്രണം ഈ ഒരു ഓണത്തിൻ്റെ സമയത്ത് ഇവിടെ കൺസ്യൂമർ ഫെഡിൻ്റെ ഈ ഒരു സബ്സിഡി സംവിധാനം കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, എന്തൊക്കെയാണ് ഓണവിപണിയിലെ വില നിയന്ത്രണത്തിൻ്റെ? നമുക്ക് ഇപ്പോൾ 13 ഐറ്റംസാണ് നമുക്ക് സബ്സിഡി ഇനത്തിൽ വന്നിട്ടുള്ളത്. പൊതുമാർക്കറ്റിനെ അപേക്ഷിച്ച് ഒരുപാട് വില കുറവുണ്ട്. പിന്നെ അരി 33 രൂപ ഉള്ളൂ. പഞ്ചസാരൊക്കെ നമുക്കിപ്പോൾ അറിയാം 40 ചില്ലാനൊക്കെയാണ് പുറത്ത്, 50ൻ്റെ മേലെ കയറി, 50ൻ്റെ മേലെ കയറി. ഇപ്പം നമ്മൾ കൊടുക്കുന്നത് 30 ചില്ല റേറ്റിനൊക്കെയാണ് നമ്മൾ എല്ലാ സാധനങ്ങളും കൊടുക്കുന്നത്. പരമാവധി വില കുറവാണ്. പിന്നെ പൊതുമാർക്കറ്റിനെ അപേക്ഷിച്ച് കുറവാണ്, നല്ല കുറവാണ്. നമ്മൾ ഇതെടുക്കുകയാണെങ്കിൽ പയറ്, പായസ കിറ്റ്, സേമിയം എല്ലതും നമുക്ക് ഓരോ സാധനങ്ങളും നോക്കിയാൽ നമ്മൾ സാമ്പാർ പൊടി ഇത് നമ്മൾ പൊതുമാർക്കറ്റിൽ നമ്മൾ മേടിക്കുകയാണെങ്കിൽ ഇതിന് 52 രൂപ വരുന്നു. നമ്മളിവിടെ കൊടുക്കുന്നത് 39 രൂപ 50 പൈസയ്ക്കാണ്. അത്രയും മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇതൊന്നും ജനങ്ങൾ അറിയുന്നില്ല. എല്ലാവരും വലിയ വലിയ മാളുകൾക്ക് പോയിട്ട് അത് കാരണമാണ്. ഇതില് ഇപ്പൊ ഈ 13 ഇനങ്ങളുടെ കിറ്റിന് എത്ര രൂപയാണ് ആകെ വരിക? അത് 900 സംതിങ് വരുന്നുണ്ട്, 976 ആ റേഞ്ച് വരുന്നത്. അത് എങ്ങനെ അത് കൊടുക്കുന്നതിന്റെ എങ്ങനെയാണ്? നമ്മൾ റേഷൻ കാർഡ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അത് ഒരാൾക്ക് ഒരു തവണ വാങ്ങിക്കാൻ ഒരു തവണ 10 ദിവസം ഉണ്ട്. അതിന് പുറമെ ഈ ഇത്തരം കിറ്റുകളൊക്കെ എന്തൊക്കെയാ? അത് നമ്മൾ ഹരിതകർമ്മ സേനക്കാർക്ക് കിറ്റുകൾ ഓർഡർ ചെയ്തപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. പാക്ക് ചെയ്ത് അവരെ സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുന്നതാണ്. ഇങ്ങനെ ആളുകൾ ഓർഡർ ചെയ്യാറുണ്ട്? ഉണ്ട്, ഇഷ്ടംപോലെ. വലിയ കമ്പനികളൊക്കെ ആണെങ്കിൽ സ്റ്റാഫുകൾക്ക് വേണമെന്ന് നമ്മൾ കൊടുക്കാം. സബ്സിഡി നിരക്കിലാണ് കൊടുക്കുക. പൊതുമാർക്കറ്റിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. ഇത് സബ്സിഡി നിരക്കല്ലേ, പൊതുമാർക്കറ്റിനെ അപേക്ഷിച്ച് കുറവാണ് എല്ലാ ഐറ്റംസും. ഈ സാധാരണഗതിയിൽ ഓണത്തിൻ്റെ വില ഒക്കെ വലിയ പ്രശ്നമാണ്. പക്ഷേ എങ്ങനെയാണ് ഈ സബ്സിഡി നിരക്കിലുള്ളത് എത്രമാത്രം ഉപകാരപ്പെടുന്നുണ്ട്? നല്ല ഉപകാരം, സാധാരണ നല്ല ഉപകാരം തന്നെയാണ്. പുറത്തൊക്കെ വലിയ വിലയെന്നാണ് പറയുന്നത്. ഉണ്ടല്ലോ, സ്വാഭാവികം തന്നെയല്ലേ. സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? ഇല്ല, വാങ്ങിയിരിക്കുന്നുള്ളൂ. ഒരു 1000 രൂപയ്ക്ക് ഓണം ആഘോഷിക്കാനുള്ളത് കിട്ടുന്നതാണ് പറയുന്നത്. അതെ, 1000 രൂപയാണ്. ഇങ്ങനെ ആളുകളുടെ ഭാഗത്ത് റെസ്പോൺസ് എങ്ങനെയുണ്ട്? നല്ല റെസ്പോൺസാണ്. എല്ലാ സാധനങ്ങളും ആളുകൾ വാങ്ങുന്നുണ്ട്. ഇപ്പോൾ പൊതുമാർക്കറ്റിൽ വില കൂടി നിൽക്കുന്ന സമയത്ത് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ സാധാരണക്കാര ആളുകൾക്ക് ഉത്സവകാലത്ത് ഈ സാധനങ്ങൾ കൊടുക്കുന്നത് വളരെയധികം ഉപകാരപ്രദമാണ്. ഇപ്പോൾ പഞ്ചസാരക്ക് നമുക്ക് കൊടുക്കുന്ന റേറ്റ് റീറ്റെയിൽ 53 രൂപ എടുത്ത് 34 രൂപ 65 പൈസ കൊടുക്കണം. വ്യത്യാസം. അപ്പോൾ ആളുകൾക്ക് കുറേ ഉപകാരമായി വരികയാണ്. പായസ കിറ്റൊക്കെ പായസ കിറ്റ്, അതെ, മാത്രം ബാക്കി എല്ലാ സാധനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്യാവശ്യം ഒരു കുടുംബത്തിന് ഓണം ആഘോഷിക്കാൻ വേണ്ടതെല്ലാം തന്നെ ഒരു 1000 രൂപയുടെ താഴേക്ക് ഇവിടെ ലഭ്യമാകും. അതിന് പുറമെ ചിലപ്പോൾ ഈ പായസത്തിൻ്റെ അതേപോലെ വറുത്തുപ്പേരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വാങ്ങേണ്ടി വരും. അതിനും പൊതു മാർക്കറ്റിനെ അപേക്ഷിച്ച് വില കുറവാണ് എന്ന് തന്നെയാണ് കൺസ്യൂമർ ഫെഡ് ജീവനക്കാരും എത്തുന്നവരൊക്കെ തന്നെ പറയുന്നത്. എന്തായാലും മലയാളിയെ സംബന്ധിച്ച് പോക്കറ്റ് കീറാതെ ഓണം ആഘോഷിക്കാൻ കൺസ്യൂമർ ഫെഡിലെ ഈ ഒരു സബ്സിഡി സഹകരണ സംവിധാനം വലിയ സഹായം തന്നെയാകുമെന്ന് പറയാതെ വയ്യ. CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക.